ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ഹ്യുണ്ടായി i20ൻ്റെ ഒരു ആസ്റ്റ വേരിയൻറ്റിൻ്റെ ഒരു ഫുൾ ഡീകോഡാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വണ്ടി. ഇപ്പോൾ ഒരു ഗ്രേ കളർ വെഹിക്കിളാണ്. ഇത് ഫുള്ളി ടോപ്പ് ആൻഡ് വേരിയൻ്റാണ്. ആസ്റ്റ എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഒരു ഫുൾ ഡീകോഡാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എനി ഹ്യുണ്ടായി വെഹിക്കിൾസ്, സൈഡിൽ തന്നെ ഞാൻ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ വണ്ടി ഫോക്കസ് ചെയ്ത് റിവ്യൂവിലോട്ട് കിടക്കാം. സോ ഓവറോൾ വണ്ടിയുടെ ഡിസൈൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാണാൻ നല്ലൊരു ക്യൂട്ട് ലുക്കിംഗ് ഒരു ഹാച്ച് ബാക്ക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. നമുക്ക് ലൈറ്റ്സിൻ്റെ കാര്യം തന്നെ ചെക്കൗട്ട് ചെയ്യാം. ലൈറ്റ്സ് വരുന്നത് LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. LED റിഫ്ലക്ടർ ടൈപ്പ് ആണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് DRL ഒക്കെ വരുന്നുണ്ട്. പവർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ സീംസ് പവർഫുൾ. എനിക്ക് ആക്ച്വലായിട്ട് എൻ്റെ വിസിബിലിറ്റി എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിപ്പം ഡേ ടൈമിലാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ചെറിയ എയറോ സ്കൂപ്സ് കൊടുത്തിട്ടുണ്ട്, അത് ഫങ്ഷനലാണ്. ഹ്യുണ്ടായുടെ ലോഗോ 2Dയിലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നല്ല, നമ്മളുടെ ഗ്രില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് പോയിരിക്കുന്നത്. ഈസി ടു മെയിൻറ്റെയിൻ ആണോ എന്ന് ചോദിച്ചാൽ സീംസ് ഗ്രേറ്റ്. താഴോട്ട് പോയാൽ ഒരു ചെറിയ സ്കിഡ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്, സിൽവർ ഫിനിഷിലാണ് പോയിരിക്കുന്നത്. പിന്നെ എല്ലാ ഡിസൈൻ എലമെൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് താഴോട്ട് ഫോക്കസ് ചെയ്ത് മീൻസ് ലോവർ ചെയ്തൊരു ലുക്സാണ് ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുകയാണ് കാണുന്നത്. ബോണത്തിൻ്റെ സൈസ് ആണെങ്കിലും അത്യാവശ്യം വെൽ പ്രൊപ്പോർഷനേറ്റ് ആണ്. നമുക്ക് വാഷേഴ്സ് നോക്കാം. കോസ്റ്റ് കട്ടിംഗ് ഒന്നും നടത്തിയിട്ടില്ല. 2 വാഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. നോർമൽ വൈപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട് പ്രൊഫൈൽ സീംസ് റിയലി ഗുഡ്. എഡാസ് ഒന്നും വരുന്നില്ല, നോർമൽ വണ്ടിയാണ്. സോ കാണാനാണെങ്കിൽ അട്രാക്റ്റീവാണ്. ഇതൊരു ഫേസ് ലിഫ്റ്റഡ് വെർഷനാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റഡ് വെർഷനാണ്. സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടയർ സൈസ് നോക്കാം. 185/55R 16 ആണ് വരുന്നത്. 16 ഇഞ്ച് വീൽസ് ആണ്. ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് വരുന്നത്. ഫ്രണ്ടിലും ഡിസ്ക്, ബാക്കിൽ ഡ്രം ആയിട്ടാണ് വരുന്നത്. ഐ തിങ്ക് ഇതിൻ്റെ സ്പോർട്ടി വേരിയൻ്റ് ആയ എൻലൈൻ സീരീസിനെല്ലാം റിയർ ഡിസ്ക്സും വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിരുന്നു. ഓട്ടോ ബാഡ്ജും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോ ഫോൾഡിങ് ഓറിയംസ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഐ തിങ്ക് പാഡൽ ലാമ്പ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങി ബാക്ക് വരെ ഒരു ക്രോം സ്ട്രിപ്പ് പോയിട്ടുണ്ട്. മിനി ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സി അല്ല, നമ്മളുടെ SUV 4 സബ്ഫോമിറ്റർ SUVയിലും കാണാത്തൊരു സാധനമാണ് ഈ ചെറിയ ക്വാർട്ടർ ഗ്ലാസ്. റിക്വസ്റ്റ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡിലോട്ട് പോയാൽ ചെറിയൊരു ക്ലാഡിങ് വന്നിട്ടുണ്ട്. i20യുടെ ബാഡ്ജ് വന്നിട്ടുണ്ട്. അതും ബ്ലാക്ക് ഫിനിഷിലാണ് വന്നെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. 180 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ടെയിൽ ലാംപ്സിൽ നിന്ന് നോക്കാം. ഇവിടെ i20യുടെ ബാഡ്ജ് വന്നിട്ടുണ്ട്. അത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. ഓറൽ ലൈറ്റ്സിൻ്റെ കാര്യം പറയാൻ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ബട്ട് കണക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അത് ഇലുമിനേറ്റഡ് അല്ല. LED ഹെഡ് ലാംപ്സ് ആണ്. ഇവിടെ മാത്രം LED ഓഫർ ചെയ്യുന്നത്, ബാക്കിയെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. റിവേഴ്സ് ലാമ്പ് ആണ്, ഹാലോജൻസ് ആണ് വരുന്നത്. ആസ്റ്റയുടെ ബാഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ക്രോം സ്ട്രിപ്പ് ബാക്കിൽ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ലോഗോ 2Dയിലാണ് വരുന്നത്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലായിട്ടാണ് വന്നിരിക്കുന്നത്. വൈപ്പേഴ്സും ഡീഫോഗേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും വന്നിട്ടുണ്ട്. റൂഫിൻ്റെ കാര്യം പറയാൻ നമുക്ക് ഇവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റീന കാണാം. ഒരു സൺറൂഫ്, സിംഗിൾ പെയിൻ സൺറൂഫ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഡിസൈനിൻ്റെ കാര്യം പറയുന്നത് ക്വൈറ്റ് ഗുഡ്. കാണാൻ നല്ല അട്രാക്റ്റീവാണ്. നമുക്കിനി ബൂട്ട് സ്പേസ് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ വേറൊരു വണ്ടിയാണ് ബൂട്ട് സ്പേസ് ചെക്കൗട്ട് ചെയ്യാൻ പോകണം. അതിൻ്റെ കീ ഇപ്പോൾ ആക്സസിബിൾ അല്ല, അതുകൊണ്ടാണ്. ബൂട്ട് സ്പേസ് അറൗണ്ട് ബിറ്റ്വീൻ 300 and 350 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ലൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഹുക്സും വരുന്നുണ്ട്. പാർസൽ ഷെൽഫും വരുന്നുണ്ട്. സ്പീക്കർ, ഐ തിങ്ക് സബ്വൂഫറാണ് ഇവിടെ വരുന്നത്. സ്പെയർ വീലും ടൂൾ കിറ്റും ഒക്കെ വരുന്നുണ്ട്. വാർണിംഗ് ട്രയാങ്കിളും വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ്സ് ആണ്. ഐ ഡോണ്ട് തിങ്ക് സോ 60/40 സ്പ്ലിറ്റ് അല്ല, നോർമൽ സീറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. സോ നമുക്ക് ഇനി എൻജിൻ ഡീറ്റെയിൽസ് നോക്കാം. ഇൻറ്റീരിയറിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻജിൻ ഡീറ്റെയിൽസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. എൻജിൻ ഓപ്പൺ ചെയ്യുന്ന, ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ലിവർ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എൻജിൻ നോക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഓപ്പൺ ആക്കാൻ പറ്റാത്ത. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ എൻജിൻ ഈ കാണുന്ന 1.2 ലിറ്റർ കാപ്പ എൻജിനാണ് വരുന്നത്. 80 bhp ആൻഡ് 114 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്ന. എക്സാക്ട് ഫിഗേഴ്സ് ഞാൻ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനും കൂടിയാണ്. ഇപ്പോഴത്തെ സാധാ ഹാച്ച് ബാക്സിൽ നോക്കുന്ന 3 സിലിണ്ടറാണ് ചില വണ്ടി മാനുഫാക്ചേഴ്സ് ഓഫർ ചെയ്യും. ബട്ട് ദിസ് ഇസ് എ ക്വൈറ്റ് റിഫൈൻഡ് എഞ്ചിൻ. അത്യാവശ്യം പവറും. പിന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് 6 സ്പീഡ് മാനുവലിലും നമുക്ക് CVT ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. നല്ല എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് എഞ്ചിൻ. കാണാൻ നല്ല അട്രാക്റ്റീവാണ്. എഞ്ചിനിൽ ലുക്സിലല്ല കാര്യം, വർക്ക്സിലാണ്. അത് വേറൊരു കാര്യം. സോ അത്യാവശ്യം പെപ്പിയായിട്ടുള്ള എഞ്ചിനും കൂടെയാണ്. സോ നമുക്കിനി റിയർ സീറ്റ്സ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സോ പാർക്കിംഗ് ബേ ഇത്തിരി കൺജസ്റ്റഡ് ആണ്, അതുകൊണ്ട് ഇത്തിരി ഡിഫിക്കൽട്ടാണ് തുറക്കുന്നതിൽ. നമുക്ക് ജസ്റ്റ് നോക്കാം.
ഇപ്പം തട്ടൂലെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് വണ്ടീനകത്ത് തന്നെ കയറിയിട്ട് തന്നെ നോക്കാം ബാക്കി കാര്യങ്ങൾ, കാരണം വെറുതെ റിസ്ക് എടുക്കണ്ട. സോ ഡോർ പാനൽസ് തന്നെ നോക്കാം. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലായിട്ട് ഡോർ ഹാൻഡിൽസ് വരുന്ന ഇവിടെ ഒരു സ്ക്രാച്ചിങ് മെറ്റീരിയലാണ് വരുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമല്ല വന്നിരിക്കുന്നത്. ഇവിടെയും ഒരു ചെറിയ സിൽവർ എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന. ഡോർ പോക്കറ്റ്സും വന്നിട്ടുണ്ട്. എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടബിളാണ്. അത്യാവശ്യം ഇറ്റ് ഈസ് ഗ്രേറ്റ്, കാരണം ഇത്രയും ലെഗ് റൂം വരുന്നുണ്ട്. അണ്ടർത്തെ സപ്പോർട്ട് ഈസ് ഗ്രേറ്റ്. ഇൻസൈൻ ഹെഡ് റൂം ആണെങ്കിൽ നല്ലപോലെ ഹെഡ് റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വിയർക്കുമാണ്, കാരണം ഭയങ്കര ചൂടാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് വന്നിട്ടുണ്ട്, ഹുക്കും വന്നിട്ടുണ്ട്, ഒരു റീഡിംഗ് ലാമ്പും വന്നിട്ടുണ്ട്. പുറത്ത് അത് സെയിം കേസാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഡോർ പോക്കറ്റ്സ് കോ പാസഞ്ചർ സൈഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ കാണുന്നതാണ് നമ്മൾ AC വെൻസ്, സിംഗിൾ AC വെൻസ് വന്നിട്ടുണ്ട്. ഒരു USB-A പോർട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാനുള്ള സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് 2 വരുന്നുണ്ട്. നടുക്കത്ത് പാസഞ്ചറിനകത്ത് വരുന്നില്ല. ബട്ട് 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സ് എല്ലാം പാസഞ്ചേഴ്സിനും കൊടുത്തിട്ടുണ്ട്. ലെതറേറ്റ് അപ്പോൾസ്ട്രിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. i20യുടെ ഒക്കെ ബാഡ്ജ് വരുന്നുണ്ട്. ഇനി കൂടുതൽ ഇരുന്നാൽ ചിലപ്പോൾ ഞാൻ വെന്തുവും. അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് ഡ്രൈവർ സീറ്റ് ചെക്കൗട്ട് ചെയ്യാം. സോ നമുക്കിനി ഡ്രൈവർ സീറ്റ് ചെക്കൗട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് കയറുന്നൊരു ടാസ്ക്കാണ്, കാരണം പാർക്കിംഗ് ബേ ഇത്തിരി കൺജസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടി ഒന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കാര്യം നോക്കാം. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയാം, ഹോട്ട് സ്റ്റാർട്ട് എന്നേ പറയാൻ പറ്റില്ല, കാരണം അമ്മാതിരി ചൂടാണ്. സോ നമുക്ക് ഡോർ പാനൽസ് തന്നെ നോക്കാം. ഡുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ വരുന്നത്. ബട്ട് ചെറിയ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ ഇവിടെ വന്നിട്ട് ലെതറിൻ്റെ ഇൻസേർട്സ് പോയിട്ടുണ്ട്. വിൻഡോ കൺട്രോൾസ് വന്നിട്ടുണ്ട്. നമുക്ക് ഫോൾഡബിൾ ഓവറിയംസ് വന്നിട്ടുണ്ട്. പിന്നല്ലാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോർ പോക്കറ്റ്സ് വന്നിട്ടുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ട്വീറ്റേഴ്സും വരുന്നുണ്ട്. പിന്നെ അല്ലാത്ത കാര്യം പറയുന്നത് ഇവിടെയൊക്കെ നല്ല മെറ്റീരിയലാണ് വരുന്നത്. പ്ലാസ്റ്റിക്കാണ്, ഗ്രേറ്റ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ്. സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ വരുന്ന 4 സ്പോക്കാണ് വരുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നമുക്കിവിടെ മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്. നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രൂസ് കൺട്രോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. മാനുവൽ വൈപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാം. നമ്മുടെ ക്യാമറയുടെ സ്വിച്ച് കാണാം. ഡ്രൈവ് മോഡ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഹെഡ് അഡ്ജസ്റ്ററും വരുന്നുണ്ട്. അത് ഇലക്ട്രിക്കാണ് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും വരുന്നുണ്ട്. AC വെൻസ് പോയിരിക്കുന്ന നല്ല ഡിസൈനിങ് ആണ്. താഴെ നോർമൽ പെഡൽസ് ആണ് വന്നിരിക്കുന്നത്. ഡെഡ് പെഡലിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി വരുന്നുണ്ട്. വയർഡാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയും വരുന്നത്. പിന്നെ എല്ലാ ഫിസിക്കലല്ല, ഇത് ടച്ച് കൺട്രോൾസ് ആണ്. ടച്ച് പാനലാണ് വരുന്നത്. മാപ്പ് ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ്. പ്രീമിയം സറൗണ്ടിങ് സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിനകത്ത് AC വെൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. സോ ഈ കാണുന്നതാണ് AC വെൻസ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. സ്വിച്ചിൻ്റെ ക്വാളിറ്റി സീംസ് റിയലി ഗുഡ്. ചെറിയ ഡിസ്പ്ലേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജർ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. USB കണക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വയർലെസ് ചാർജർ വരുന്നുണ്ട്. നമുക്ക് ആപ്പിളിൻ്റെ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഹൈ എൻഡ് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ വയർലെസ് കണക്ടിവിറ്റി ഉള്ള ഈ മൊബൈലാണെങ്കിൽ ഇത് ആക്സസിബിൾ ആണ്. ബട്ട് എൻ്റെ മൊബൈലിൽ ഇത് ആക്സസിബിൾ അല്ല. പിന്നെ ഈ കാണുന്ന CVT ഗിയർ ബോക്സ് ഐ തിങ്ക് 5 സ്റ്റെപ്പാണ് വരുന്നത്. 6 സ്റ്റെപ്പാണ് മാക്സിമം വരുന്നതെന്ന് തോന്നുന്നു. പാർക്ക് ഗിയർ എല്ലാം വരുന്നത്. നല്ല ലെതർ ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ആംബ്രസ്റ്റിൻ്റെ ചെറിയ സ്പേസ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സിൻ്റെ അകത്തും ചെറിയ ഡീപ്പായിട്ടുള്ള സ്പേസ് വരുന്നത്. കൂൾഡ് അല്ല വരുന്നത്. ക്വാളിറ്റി സീംസ് ഓക്കെ. നമുക്ക് നോർമൽ IRMs ആണ് വരുന്നത്. ഡേ നൈറ്റ് തന്നെ വരുന്ന സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. വാനിറ്റി മിററും വരുന്നുണ്ട്. 2 സൈഡിലും വരുന്നുണ്ട്. ഈ കാണുന്ന സിംഗിൾ പെൻ സൺറൂഫ് ചെറിയ സൈസാണ്. നോട്ട് എ ഡീൽ ബ്രേക്കർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത്രയും ഈ ചെറിയ വണ്ടിക്ക് ഇത്രയും സൺറൂഫെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, അത് വേറൊരു കാര്യം. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻറ്റീരിയറിൻ്റെ കാര്യം. ഇനി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. സോ നമുക്കിനി ലൈറ്റ്സ് ചെക്കൗട്ട് ചെയ്യാം. ഹസാർഡ് ഓൺ ചെയ്തിടാം. നമുക്ക് ജസ്റ്റ് ലൈറ്റ്സ് നോക്കാം. ഇറങ്ങുന്നൊരു ടാസ്ക് പരിപാടിയാണ് ഞാൻ പറഞ്ഞ പോലെ. ലൈറ്റ്സ് നമുക്ക് മിറേഴ്സിൻ്റെ കാര്യം തന്നെ നോക്കാം. മിറേഴ്സിനകത്ത് ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അത് വിസിബിളാണ്. സോ ഓവറൽ ഹെഡ് ലാംപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിഫ്ലക്റ്റഡ് ടൈപ്പ് ആണ് വരുന്നത്. ബട്ട് ഹാലോജൻസ് ആണ് ഇത് വന്നിരിക്കുന്നത്. DRLs ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ലൈറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും. സോ നമുക്കിനി ബാക്ക് ടെയിൽ ലാംപ്സ് നോക്കാം. ഹൗ ഇറ്റ്സ് ലുക്സ്. ഇവിടെ ഇങ്ങനെ L ഷേപ്പിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. രാത്രിയാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് പോയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞ ഹാലോജൻസ് ആണ് വരുന്നത്. സോ ഓവറൽ ഇത്രയൊക്കെ ഉള്ളൂ ഹ്യുണ്ടായി
i20 ആസ്റ്റയുടെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹ്യുണ്ടായി i20 ആസ്റ്റ വേരിയൻറ്റിൻ്റെ ഒരു ഫുൾ ഡീകോഡ് എന്ന് പറയുന്നത്.